ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി, രണ്ടാം വാള്യം. അദാഉസ് സകാത്തി, സകാത്തിനെ വീട്ടൽ. യജിബു അദാഉസ് സകാത്തി, സകാത്തിനെ കൊടുത്തു വീട്ടൽ നിർബന്ധമാകും. ഫൗറൻ, പെട്ടെന്ന്. ഇദാ തമക്കന മിൻഹു, അദാഇന് സൗകര്യം ലഭിച്ചാൽ. സകാത്തിന്റെ മുതൽ അവിടെ ഹാജറായിട്ടുണ്ട്. ഒരാൾക്ക് കടം കൊടുത്ത മുതലാണെങ്കിൽ അതവൻ തിരിച്ചു തരും, അവധി ഇറങ്ങിയിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെ ആയാൽ സൗകര്യം ലഭിച്ചു എങ്കിൽ ഫൗറൻ നിർബന്ധമാകും, പെട്ടെന്ന്. ഫഇൻ അഖറ, അവൻ പിന്തിച്ചാൽ. അസിമ, അവൻ കുറ്റക്കാരനാകും. വലമിന, അത് നഷ്ടപ്പെട്ടു പോയാൽ അതിനവൻ ഉത്തരവാദിയുമാകും. വയജൂസു ലിൽ മാലിക്കി, സകാത്തിന്റെ ഉടമക്ക് കൊടുക്കേണ്ട മാലിക്കിന് അനുവദനീയമാകും. ദൂനൽ വലിയി, വലിയിന് പാടില്ല. വലി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മുതലാണെങ്കിൽ രക്ഷിതാവിന് പാടില്ല. എന്ത്? തഅജീലു സകാത്തി ഹൗലിൻ, ഒരു വർഷത്തിന്റെ സകാത്ത് പെട്ടെന്ന് കൊടുക്കാം, ധൃതിപ്പെട്ട് കൊടുക്കാം. ഖബല തമാമിഹി, വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ്. മുത്ലഖൻ, നിരുപാധികം എന്ന് വെച്ചാൽ നിസ്വാബ് പൂർത്തിയാകുന്നതിന് മുമ്പാവട്ടെ ശേഷമാവട്ടെ. ഫി മാലി തിജാറത്തി, കച്ചവടത്തിന്റെ മാലിലാണെങ്കിൽ വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ വർഷത്തേക്കുള്ള സകാത്ത് നേരത്തെ കൊടുക്കൽ മാലിക്കിന് ജായിസാണ്. എന്നാൽ വബഅദ തമാമിൻ നിസ്വാബി ഫി ഗൈരിഹി, കച്ചവട മാല് അല്ലാത്തതിലുള്ള സകാത്താണെങ്കിൽ, സ്വർണം വെള്ളിയൊക്കെ ആണെങ്കിൽ നിസ്വാബ് പൂർത്തിയായ ശേഷം മാത്രമേ തഅജീല് അഥവാ വർഷം തികയുന്നതിന് മുമ്പ് സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ, ജായിസാവുകയുള്ളൂ. വതജിബു സക്കാത്തു, സക്കാത്ത് നിർബന്ധമാകും. ഫി നഹവി മഗ്സൂബിൻ, പിടിച്ചു പറിക്കപ്പെട്ട മുതലാണ്. ഒരാളിത് കൊണ്ടുപോയി, എന്നാൽ അതിലും സക്കാത്ത് നിർബന്ധമാണ്. ലാക്കിൻ, പക്ഷേ, ലാ യജിബു ദഫ്ഉഹ, ആ സക്കാത്തിനെ കൊടുക്കൽ നിർബന്ധമില്ല. ഇല്ലാ ബഅദ തമക്കുനി മിൻഹു, അത് തിരിച്ച് ഈ മാലിക്കിലേക്ക് തന്നെ വന്ന് അതിൽ ക്രയവിക്രയം ചെയ്യാനൊക്കെ സാധിക്കുന്ന രൂപത്തിൽ സൗകര്യപ്പെട്ടതിന്റെ ശേഷമല്ലാതെ കൊടുക്കൽ നിർബന്ധമില്ല. കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്, പക്ഷെ കൊടുക്കണമെങ്കിൽ ആദ്യം തമക്കുനാവണം. വലൗ അസ്ദഖഹ, ഒരാൾ ഒരു പെണ്ണിന് മഹറായി നൽകിയാൽ, നിസ്വാബൻ, സ്വർണം വെള്ളിയുടെ നിശ്ചിത നിസ്വാബ് മഹറായി നൽകി. എന്നാൽ സക്കത്തുഹു, ആ പെണ്ണ് അതിന് സക്കാത്ത് കൊടുക്കണം. ഇദാ തമ്മൽ ഹൗലു, വർഷം പൂർത്തിയായാൽ. ലാക്കിൻ, പക്ഷേ, ഇൻകാന നഖ്ദൻ, സ്വർണമോ വെള്ളിയോ ആണ്, ഫി ദിമ്മത്തിഹി, അത് ഭർത്താവിന്റെ ദിമ്മത്തിലാണ്, ബാധ്യതയിലാണ്, അവൻ കൊടുക്കാമെന്ന് ഏറ്റിട്ടുള്ളൂ, പക്ഷെ കൊടുത്തിട്ടില്ല എങ്കിൽ ശുരിത്ത, അവിടെ ഷർത്താക്കപ്പെട്ടിരിക്കുന്നു. ഇംകാനു ഖബുലിഹി, ആ മഹറിനെ ഖബുൽ ചെയ്യാൻ ആ സ്ത്രീക്ക് അത് വാങ്ങാനുള്ള സൗകര്യം കൂടി ലഭിക്കൽ ഷർത്താണ്. ഭർത്താവ് നാട്ടിലുള്ളവരും കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവനും ആകുക. ഈ രൂപത്തിൽ ഇംകാന് ലഭിച്ചാൽ മാത്രമേ പെണ്ണിന് നിർബന്ധമുള്ളൂ. അസ്സകാത്തു, ഒരു മുതലിലെ സക്കാത്ത്. തതഅല്ലഖു, അത് ബന്ധിക്കും. ബി ഐനിൽ മാലി, ആ മുതലിനോട് തന്നെയാണ് ബന്ധിക്കുന്നത്. ഫി ഗൈരി തിജാറത്തി, കച്ചവട മുതൽ അല്ലാത്തടത്ത് മുതലിനോടാണ് ബന്ധിക്കുന്നത്.
ഹത്താ യകൂനൽ മുസ്തഹിഖു ശരീകം ഫീഹി, മുതലിനോട് ബന്ധിക്കുമ്പോൾ സകാത്തിന്റെ അർഹൻ ആ മുതലിൽ ഇവനോടുകൂടെ പങ്കാളിയാകുന്നതാണ്, ശരീക്കാവുന്നതാണ് എന്ന് വെക്കുമ്പോൾ ഫലൗ ബഅഹു, ആ മുതലിനെ വിറ്റാൽ, ഔ റഹനഹു, അല്ലെങ്കിൽ അതിനെ പണയം വെച്ചാൽ, സകാത്ത് കൊടുക്കാതെയാണ് അത് ചെയ്യുന്നത് എങ്കിൽ, ബത്തല, ഈ ബൈഉം റഹ്നും ബാത്തിലാണ്, ഫി ഖദ്രി സകാത്തി, സകാത്തിന്റെ ഖദർ എത്രയാണോ അത്രയും ഖദറിൽ ബൈഉം റഹ്നും സഹിയായിട്ടില്ല. വസഹ ഫിൽ ബാക്കി, അതൊഴിച്ച് ബാക്കിയുള്ളതിലാണ് അവയെല്ലാം സഹിയാവുക. കച്ചവടം മുതൽ അല്ലാത്തടത്താണ് വിഷയം. അമ്മ മാലു തിജാറത്തി, കച്ചവടം മുതലാണെങ്കിലോ, ഫസകാത്തുഹു, അതിന്റെ സകാത്ത് തതഅല്ലഖു ബിഖീമതിഹി, ആ മുതലിന്റെ വിലയോടാണ് ബന്ധപ്പെടുന്നത്, മുതലിനോടല്ല. ലാ ബിഐനിഹി, ആ വിൽക്കാൻ വെച്ച ചരക്കുകളോടല്ല ബന്ധപ്പെടുന്നത്. അതിനാൽ ഫയസിഹുൽ ബൈഉ വറഹ്നു, കച്ചവടവും പണയവുമെല്ലാം സഹിയാവും. ഫി ജമീഇഹി, മാലി തിജാറത്ത് മുഴുവനിലും സഹിയാവും. അപ്പോൾ ഒരാൾ സക്കാത്ത് കൊടുക്കാതെ ഇങ്ങനെ കച്ചവടം നടക്കുകയാണെങ്കിൽ കച്ചവടം എല്ലാത്തിലും ഏത് വിഭാഗത്തിലും സഹിയാവും. അതേസമയം സ്വർണം വെള്ളിയൊക്കെ ആണെങ്കിൽ അത് അയിനിനോട് ബന്ധിക്കുന്നത് കൊണ്ട് 85 ഗ്രാം സ്വർണം ഒരാൾ കച്ചവടം ചെയ്യുകയാണ്, സക്കാത്ത് കൊടുക്കാതെയാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ അതിന്റെ 2.5% ആ കച്ചവടം സഹിയായിട്ടില്ല എന്നതാണ് നിയമം. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.